ഫാക്ടറൈസ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എക്സസൈസ് കാണുക കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവത്തുള്ളേ. ഇവിടെ നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ എക്സ്പ്രഷനകത്ത് 3 ടേംസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 3 ഐഡന്റിറ്റീസ് പഠിച്ചു അല്ലെ, സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ് പഠിച്ചിരുന്നു. അത് ഏതൊക്കെയാണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഈ 3 ഐഡന്റിറ്റീസിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഐഡന്റിറ്റി ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണോ എന്ന് നമ്മൾ നോക്കണം. എ സ്ക്വയർ, ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഫസ്റ്റ് ടേം എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി ഇതിന്റെ ലാസ്റ്റ് ടേം നോക്കിയേ, 16 എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ. 4ന്റെ സ്ക്വയർ ആണ് 16 എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. പിന്നെ നടുക്കുള്ള ടേം, മിഡിൽ ടേമില് ഇതിന്റെ ഫ്രണ്ടിലുള്ള സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് ഏതിന്റെ ഫോമിലായിരിക്കും? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിന്റെ ഫോമിലായിരിക്കും. അപ്പൊ ഇത് എ, ഇത് ബി. അപ്പൊ എ നമുക്ക് എന്തായിട്ട് എടുക്കാം? എ ഈസ് ഈക്വൽ ടു എ, ബി ഈസ് ഈക്വൽ ടു ഇവിടെ എന്തായിട്ട് വരും? ഇത് ബി സ്ക്വയർ ആണ് 16 എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ബി എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ നമുക്ക് എയും ബിയും നമുക്കിവിടെ കിട്ടി. അപ്പൊ ഈ മിഡിലെ ടേം എങ്ങനെ വരും? 2ab ആണ് നമ്മുടെ മിഡിലെ ടേം അല്ലേ. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷൻ ഏത് ഫോമിലാണ്? ഈ ഫോമിലാണ്. അപ്പൊ 2ab എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 2 ഇൻറ്റു എ ഈസ് എ, ബി ഈസ് 4. അപ്പൊ ഇതെന്തായി? 4 2s are 8. കണ്ടോ, ഈ ടേമിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് 8a പ്ലസ് 16. ഇതിനെ നമുക്ക് എ സ്ക്വയറിനെ എ സ്ക്വയർ ആയിട്ട് തന്നെ എഴുതാം, എ ദ ഹോൾ സ്ക്വയർ അല്ലേ. പ്ലസ് 8a എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എ ഇൻറ്റു 4 പ്ലസ് 16 നമുക്ക് 4 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഇപ്പൊ ഇതിന്റെ ഫോമിലായി. ഇതെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈ എക്സ്പ്രഷന്റെ RHS ആണ്. അപ്പൊ നമ്മൾ ഇതിനെ LHSന്റെ ഫോമിൽ വേണം എഴുതാനായിട്ട്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഇവിടെ എ എന്ന് പറയുന്നത് എ തന്നെയാണ്, ബി എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ എ പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ എന്ന് നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. ഏത് ഐഡന്റിറ്റിയാണ് യൂസ് ചെയ്തത്? യൂസിങ് ഐഡന്റിറ്റി 1. നെക്സ്റ്റ് പി സ്ക്വയർ മൈനസ് 10p പ്ലസ് 25. ഇവിടെ നോക്കിയാൽ ഇതിന്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണോ എന്ന് നോക്കണം. പി സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 25ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 25 എന്ന് പറയുന്നത് എന്താണ്? 5ന്റെ സ്ക്വയർ ആണ് അല്ലേ. ഇനി മിഡിൽ ടേമിന്റെ ഫ്രണ്ടിലുള്ള സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് ഏത് ഫോമിലായിരിക്കും? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയറിന്റെ ഫോമിലായിരിക്കും. ഇതെന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എ ഈസ് ഈക്വൽ ടു പി, ബി ഈസ് ഈക്വൽ ടു 5. അപ്പൊ ഈ മിഡിലെ ടേം എന്തായിരിക്കും? 2ab അല്ലേ. മിഡിലെ ടേം 2ab ആണ്. അപ്പൊ അതെന്ത് വരും? 2 ഇൻറ്റു എ ഈസ് പി, ബി ഈസ് 5 ഇങ്ങനെ വരും അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി സ്ക്വയർ മൈനസ് 10p പ്ലസ് 25നെ നമുക്ക് എങ്ങനെ എഴുതാം? പി സ്ക്വയർ, അതായത് എ സ്ക്വയർ മൈനസ് 2ab. അപ്പൊ 2 ഇൻറ്റു പി ഇൻറ്റു 5 പ്ലസ് 5 സ്ക്വയർ, അതായത് ബി സ്ക്വയർ അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എ ഈസ് പി, ബി ഈസ് 5, പി മൈനസ് 5 ദി ഹോൾ സ്ക്വയർ. ഇവിടെ ഐഡന്റിറ്റി ഏതാണ് യൂസ് ചെയ്തത്? ഐഡന്റിറ്റി 2 ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. നെക്സ്റ്റ് 25m സ്ക്വയർ പ്ലസ് 30m പ്ലസ് 9. ഇവിടെ നോക്കിയേ, ഇത് ഫസ്റ്റ് ടേം 25m സ്ക്വയർ എന്നാണ്, ഇത് എ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ്, എം സ്ക്വയർ എന്ന് പറയുന്നത് എമ്മിന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 5m ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം.
ഇനി 9 എന്ന് പറയുന്നതോ 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആണ്. അപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ മിഡിൽ ടേമിന്റെ ഇവിടെയുള്ള സൈൻ പ്ലസ് ആണ്. അപ്പോൾ ഇത് ഏത് ഫോമിലായിരിക്കും? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. 2ab നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എ ഈസ് 5m ഇൻറ്റു ബി ഈസ് 3 അല്ലേ? ഇത് എ സ്ക്വയറിന്റെ ഫോമിലാണ്, ഇത് ബി സ്ക്വയറിന്റെ ഫോമിലാണ്. അപ്പൊ നോക്കിയേ 5 2s are 10, 10 ഇൻറ്റു 3 30, 30m. നമുക്ക് 30m തന്നെ കിട്ടി കണ്ടോ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ എ സ്ക്വയറിന്റെ ഫോമിൽ എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാം? 5m സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5m ഇൻറ്റു 3 പ്ലസ് 9. 9നെ എങ്ങനെ എഴുതാം? 3 സ്ക്വയർ എന്ന് എഴുതാം. ഇതിപ്പോ ഏത് ഫോമിലായി? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതെന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ ഈസ് 5m, ബി ഈസ് 3 ദ ഹോൾ സ്ക്വയർ. 5m പ്ലസ് 3 ദി ഹോൾ സ്ക്വയർ. ഇത് ഐഡന്റിറ്റി 1 ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അതിനകത്ത് ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 49y സ്ക്വയർ പ്ലസ് 84yz പ്ലസ് 36z സ്ക്വയർ. ഇവിടെ ഈ ടേമിനകത്ത് വൈ ഇസഡ് വന്നു എന്ന് വെച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. നമ്മുടെ ഫസ്റ്റ് ടേമിലും ലാസ്റ്റ് ടേമിലും എന്തുണ്ട്? വൈയും ഇസഡും ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണോ എന്ന് നോക്കുക. മിഡിൽ ടേമിന്റെ ഫ്രണ്ടിലുള്ള സൈൻ ഏതാണ് എന്ന് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ അത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോമിലായിരിക്കും. അപ്പൊ ഇവിടെ 49y സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 49 എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയർ ആണ്. വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്നത് വൈയുടെ സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് 7y സ്ക്വയർ എന്ന് എഴുതാം. 36z സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 36 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ ആണ്. z സ്ക്വയർ എന്ന് പറയുന്നത് zന്റെ സ്ക്വയർ ആണ്. അപ്പൊ 6z സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ 2ab എന്ത് വരും? ഇത് എ സ്ക്വയറിന്റെ ഫോമിലാണ്, ഇത് ബി സ്ക്വയറിന്റെ ഫോമിലാണ്. അപ്പൊ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 7y, ബി എന്ന് പറയുന്നത് 6z. നോക്കിയാൽ നമുക്ക് 84yz എന്ന് കിട്ടുമോ? 7 ഇൻറ്റു 2 14, 14 ഇൻറ്റു 6 84, 84y z എന്ന് തന്നെ നമുക്ക് ഇവിടെ കിട്ടും അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് നമ്മൾ ഇതിനെ ആക്കണം. അപ്പൊ ഇതിനെ എന്തെഴുതാം? 7y സ്ക്വയർ. ഇതിപ്പോ എ സ്ക്വയറിന്റെ ഫോമിലായി പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി, 2ab പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ ഈസ് 6z the whole square. This is a plus b the whole square. അപ്പൊ എന്തെഴുതാം? 7y plus 6z the whole square. അടുത്തത് 4x square minus 8x plus 4. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഇവിടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. മിഡിൽ ടേമിന്റെ ഫ്രണ്ടില് നെഗറ്റീവ് സൈൻ ആണ്. അപ്പൊ ഇത് ഏത് ഫോമിലാണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഫോമിലാണ് അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ്? എ സ്ക്വയർ എന്ന് പറയുന്നത് 4x സ്ക്വയർ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ബി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. ഇതിനെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ 2ab എന്തായിരിക്കും? 2ab എന്ന് പറയുന്നത് 2 ഇൻറ്റു എ ഈസ് 4x, ബി ഈസ് 2. സോറി, എ ഈസ് 2x, ബി ഈസ് 2. 2 2s are 4, 4 2s are 8, 8x. കണ്ടോ? 8x എന്ന് തന്നെ ഇവിടെ നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2x ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2x ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. ഇതിപ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയറിന്റെ ഫോമിലായി. ഇതെന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. സോ എ ഈസ് 2x മൈനസ് ബി ഈസ് 2 the whole square. അപ്പോൾ ഇവിടെ എയും ബിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് എഴുതുക. എ എന്ന് പറയുന്നത് 2x ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 121 ബി സ്ക്വയർ മൈനസ് 88 ബി സി പ്ലസ് 16 സി സ്ക്വയർ. ഇതിന്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലേ? 121 ബി സ്ക്വയർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 121 എന്ന് പറയുന്നത് 11ന്റെ സ്ക്വയർ ആണ്.
11b ദ ഹോൾ സ്ക്വയർ. ഇത് എ സ്ക്വയറിൻ്റെ ഫോമിലാണ്. അപ്പോൾ എ എന്തായിരിക്കും? എ ഈസ് ഇക്വൽ ടു 11b. അടുത്തത് 16c സ്ക്വയർ. 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ്. 4c ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്കിതിനെ എഴുതാം. അപ്പോൾ ബി എന്തായിരിക്കും? ബി ഈസ് ഇക്വൽ ടു 4c. അപ്പോൾ 2ab എന്തായിരിക്കും? 2 ഇൻറ്റു എ ഈസ് 11b ഇൻറ്റു ബി ഈസ് 4c ഈസ് ഇക്വൽ ടു എന്ത് വരും? 11 ഇൻറ്റു 2 22, 22 ഇൻറ്റു 4 88bc. കണ്ടോ, ഇവിടെ 88bc ആണ്. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 11b ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 11b ഇൻറ്റു 4c പ്ലസ് 4c ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലായി. ഇതെന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഇവിടെ എ എന്താണ്? 11b മൈനസ് ബി ഈസ് 4c ദ ഹോൾ സ്ക്വയർ. ഇത് ഐഡന്റിറ്റി 2 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൽ പ്ലസ് എം ദ ഹോൾ സ്ക്വയർ മൈനസ് 4lm. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അല്ലേ. ആദ്യം നമ്മൾ ഈ എൽ പ്ലസ് എം ദ ഹോൾ സ്ക്വയറിനെ നമ്മളങ്ങ് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം കേട്ടോ. അപ്പോൾ എന്ത് വരും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ എ സ്ക്വയർ ദാറ്റ് ഈസ് എൽ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഈസ് എൽ ബി ഈസ് എം പ്ലസ് ബി സ്ക്വയർ ബി ഈസ് എം എം സ്ക്വയർ. അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഈ ഫോമിൽ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ എഴുതിയതാണ് കേട്ടോ. എൽ എന്ന് പറയുന്നത് എ ആണ്, എം എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇനി ഇവിടെ ഒരു 4lm കൂടെ ഉണ്ടല്ലേ. ഇതിനെ ഒന്നുകൂടെ നമുക്ക് എങ്ങനെ എഴുതാം? എൽ സ്ക്വയർ പ്ലസ് 2lm പ്ലസ് എം സ്ക്വയർ മൈനസ് 4lm. ഇവിടെ നോക്കിയാൽ 2lm 4lm കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് ലൈക്ക് ടേംസ് ആണ് അല്ലേ. അപ്പോൾ ഇതെന്ത് വരും? എൽ സ്ക്വയർ, ഇതൊന്ന് പ്ലസും ഒന്ന് മൈനസുമാണ്. അപ്പം നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ ഇടും. ബിഗിൻ്റെ സൈൻ ഇവിടെ മൈനസ് ആണ്. 4 മൈനസ് 2 2 2lm പ്ലസ് 2lm മൈനസ് 4lm കൂടെ ചേർന്നപ്പോൾ മൈനസ് 2lm ആയി. ഇനി ബാക്കി എന്തുണ്ട്? പ്ലസ് എം സ്ക്വയർ. ഇതിപ്പോൾ എന്തിൻ്റെ ഫോമിലായി? നമ്മുടെ എക്സ്പ്രഷൻ ആയല്ലേ. അതായത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമിലായി. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പം ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് എൽ ആണ്, ബി എന്ന് പറയുന്നത് എം ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 2ab. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് ഇതിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പം എന്തെഴുതാം? എ ഈസ് എൽ, ബി ഈസ് എം, എൽ മൈനസ് എം ദ ഹോൾ സ്ക്വയർ. ഐഡന്റിറ്റി 2 ആണ് നമ്മൾ യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റൈസ് ടു 4 പ്ലസ് 2a സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് ബി റൈസ് ടു 4. ഇത് നോക്കി, ഇതും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എ റൈസ് ടു 4നെ നമുക്ക് എങ്ങനെ എഴുതാം? എ റൈസ് ടു 4നെ നമുക്ക് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതെന്തായി? എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈസ് എ റൈസ് ടു 4. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ എന്ന് പറയുന്നത് ഇവിടെ എ സ്ക്വയർ ആയിരിക്കും. ഈ ടേം ആണ് എ അല്ലേ. അപ്പോൾ അതെന്താണ്? എ സ്ക്വയർ. ഇനി ബി റൈസ് ടു 4നെ നമുക്ക് എങ്ങനെ എഴുതാം? ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ബി എന്ത് വരും? ബി എന്ന് പറയുന്നത് ബി സ്ക്വയർ ആണ്. അപ്പോൾ 2ab എന്തായിരിക്കും എന്ന് നോക്കിയാൽ നമുക്ക് ഈ മിഡിൽ ടേം കിട്ടുമോ? 2 ഇൻറ്റു എ ഈസ് എ സ്ക്വയർ, ബി ഈസ് ബി സ്ക്വയർ. എന്ത് വന്നു? 2a സ്ക്വയർ ബി സ്ക്വയർ. ഈ ടേം തന്നെ നമുക്ക് കിട്ടി അല്ലേ. ഈ മിഡിലെ ടേം തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ റൈസ് ടു 4 ഈസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് ബി റൈസ് ടു 4 ഈസ് ബി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ അല്ലേ. ഇതിപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നായി. ഇതെന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ എന്താണ് ഇവിടെ? എ സ്ക്വയർ. ബി എന്താണ്? ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഐഡന്റിറ്റീസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ ഈസിയാണ് കേട്ടോ.
ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കുക, മിഡിൽ ടേമിന്റെ സൈൻ ഏതാണ് എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് എക്സ്പ്രഷൻ ആണ്, ഏത് ഐഡന്റിറ്റി ആണ് എന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.